കീശിന്റെ മകനായ ശൗലേ, നിന്റെ വീട്ടിൽ ഉണ്ടായ ഈ ഭൗതിക നഷ്ടത്തിന്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. എന്താ ദൈവത്തിന്റെ പദ്ധതി? ഈ നഷ്ടം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവപുരുഷന്റെ മുമ്പിലാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാണ്, ദൈവപുരുഷന്റെ അരികിൽ വരാനാ. നിന്നിലുള്ള ദൈവ നിയോഗം വെളിപ്പെടണമെങ്കിൽ നിനക്ക് ഈ നഷ്ടം വന്നേ മതിയാകുന്നു. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കും? എത്ര പേര് ആത്മാവിൽ ഏറ്റെടുക്കും? എന്തിയെ കർത്താവേ, എന്തിയെ കർത്താവേ, എന്റെ നന്മ എന്തിയെ കർത്താവേ, എന്റെ നന്മ എന്തിയെ കർത്താവേ. അമ്മേ രാമ രാജ നാദി ഉദ്ദേശി ഭക്തി രാമ എന്റെ നന്മകളെല്ലാം പോയല്ലോ കർത്താവേ. സ്തോത്രം. എനിക്കുള്ളതല്ല, ഇതേ ഉള്ളായിരുന്നു, അത് പോയല്ലോ കർത്താവേ എന്ന് നീ പദം പറഞ്ഞു കരയുമ്പോൾ എന്റെ ദൈവത്തിന് ഇത് മകൻ പറയാനുണ്ട്. ഈ 3 ദിവസത്തെ നിന്റെ അന്വേഷണം എത്തുന്നത് ഒരു അഭിഷേക തലത്തിലേക്ക്, ഒരു അഭിഷേകത്തിലേക്ക് ഈ നഷ്ടം നിന്നെ എത്തിക്കുന്നത്. ഇന്നത്തെ പകൽ ചിന്തയുടെ ആധാരത്തിനായിട്ട് നമുക്ക് ശമൂവേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, കൃത്യം മുമ്പേ കടന്നു പോകുവാൻ പറയുക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത്, നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. കരങ്ങളെ ഉയർത്തി നമ്മുടെ സർവശക്തനായ തമ്പുരാന് നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. എല്ലാവരുടെയും പുസ്തകമൊന്ന് തുറന്ന് ആ 9-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. സ്തോത്രം. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, കൃത്യൻ മുൻപേ കടന്നു പോകുവാൻ പറയുക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് സ്തോത്രം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന്, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം കീശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറച്ച് കഴുതകൾ എന്തായിരുന്നു കാണാറുണ്ട്. അപ്പോൾ കീശ് തന്റെ മകനായ ശൗലിനോട് പറയുകയാണ്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക. 3-ാം വാക്യത്തിൽ അത് കാണുന്നു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലിശ ദേശത്തും കൂടി സഞ്ചരിച്ച് അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തുകൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തുകൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കും എന്ന്. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മള് നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ചു പോകാൻ അപ്പൻ മോനോട് ആവശ്യപ്പെടും. കഴുതകൾ അത്രയും ദൂരം പോകുമോ എന്ന് നമുക്ക് തോന്നും. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എയർഫോഴ്സ് ക്യാമ്പിൽ
ഭുജ് എയർഫോഴ്സ് ക്യാമ്പിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അവിടെ മരുഭൂമിയാവും, ഒരുപാട് കഴുതകളുണ്ട് കാട്ടിൽ. അപ്പൊ ഈ എയർഫോഴ്സ് സ്റ്റേഷന്റെ ആ മെയിൻ ഗേറ്റ് തുറന്നു കിടന്ന സമയത്ത് ഒരു വലിയ കൂട്ടമായി കഴുതകൾ മുഴുവൻ ഇതിനകത്ത്. അവസാനം സ്റ്റേഷൻ കമാൻഡർ വന്നപ്പോൾ വണ്ടി ബ്ലോക്കായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ എല്ലാവർക്കും ഡ്യൂട്ടി കഴുതപ്പെടുത്തമാണ്. 10-12 ട്രക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതിനെല്ലാം ഇതിനകത്ത് ലോഡ് ചെയ്ത് മാണ്ഡവി എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് ഒരു 56 കിലോമീറ്റർ ദൂരെയാണ്. മാണ്ഡവി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനെ കൊണ്ട് ആ മരുഭൂമിയിൽ ഇറക്കി വിട്ടേച്ച് ഇവരിന് പോലും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സകല കഴുതകളും ഈ എയർഫോഴ്സ് ക്യാമ്പിന്റെ ഫ്രണ്ടിൽ വന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ ഇതിന്റെ കണ്ണ് കെട്ടാതാണ് കൊണ്ടുപോയത്. കീസിന്റെ മകനായ ശൗലും ഭൃത്യനും കൂടെ 3 ദിവസമായിട്ട് എന്താ തപ്പി നടക്കുക. ദൈവത്തിന്റെ മക്കളെ, എന്റെയും നിന്റെയും ദൃഷ്ടിയിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭൗതിക നന്മ കണ്ടെത്താൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച് നീ കുഴയുമ്പോൾ ദൈവശബ്ദം പറയുന്ന ഒരുവന്റെ അടുക്കൽ നിന്റെ നന്മ എവിടെയാ ഉള്ളത് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവാത്മാവ്, ആരാധിക്കുന്ന ദൈവവൈതലേ, ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലേ, പല ദിവസങ്ങളായി അന്വേഷിച്ച് കുഴയുകയാണ്. ശൗലിന്റെ മകൻ പറയുകയാണ്, നമുക്ക് തിരിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനെ അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം എന്ത് ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കീസിന്റെ മോനെ തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭൃത്യൻ പറയുകയാണ്, സ്തോത്രം, ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? കീസിന്റെ മോനെ ദൂത് പറയുന്ന ആളിനെ കുറിച്ച് അറിവില്ല. അവന്റെ മനസ്സും ചിന്തയും മുഴുവൻ ഏതി കിടക്കുക, ഫാമ് നടത്തുന്നതിനകത്ത് കിടക്കുക, കഴുതയ്ക്കകത്ത് കിടക്കുക. സ്തോത്രം. എന്നാൽ ഭൃത്യൻ പറയുകയാണ്, സ്തോത്രം, ഇവിടെ ദൈവാലോചന പറയുന്ന ഒരുവനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഭൃത്യൻ എന്തുണ്ട്? അഭിഷിക്തന്മാരുമായി ബന്ധമുണ്ട്. അവന് കഴുതയൊന്നുമില്ല, പക്ഷെ അവൻ എന്തുണ്ട്? അഭിഷേകമുള്ളവനുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലും ലോകപ്രകാരം നിന്റെ ജീവിതത്തിൽ പലതും നിനക്കില്ലെന്ന് തോന്നിയാലും ആത്മബന്ധമുള്ള ആത്മീയരുമായി, അഭിഷേകമുള്ളവരുമായി, ദൈവപുരുഷന്മാരുമായി, കൂട്ടായ്മകളുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ അവിടെ നിന്റെ നഷ്ടങ്ങളെ നികത്തി തരുവാൻ പല നേട്ടങ്ങളും നിനക്കില്ലെങ്കിലും ഇന്നുമകൾ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ദൈവപുരുഷന്മാരുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില ദൈവപ്രവർത്തികൾ നഷ്ടപ്പെട്ടു പോയത് എന്ന് നിനക്ക് തോന്നുന്നതിനെ നീ അറിയാതെ തന്നെ തിരികെ തരുവാൻ മാത്രമല്ല, അതിന്റെ പിറകിൽ, ഈ നഷ്ടങ്ങളുടെ പിറകിലുള്ള ഒരു ദൈവോദ്ദേശമുണ്ട്. സാധാരണ ഈ കഴുത കൂട്ടം വിട്ടുപോയാൽ ഇങ്ങനെ ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും പോകുകയില്ല. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. കീസിന്റെ മകനായ ശൗലേ,
നിന്റെ വീട്ടിൽ ഉണ്ടായ ഈ ഭൗതിക നഷ്ടത്തിന്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. എന്താ ദൈവത്തിന്റെ പദ്ധതി? ഈ നഷ്ടം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവപുരുഷന്റെ മുമ്പിലാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാണ്, ദൈവപുരുഷന്റെ അരികിൽ വരാനാ. നിന്നിലുള്ള ദൈവ നിയോഗം വെളിപ്പെടണമെങ്കിൽ നിനക്ക് ഈ നഷ്ടം വന്നേ മതിയാകുമോ? എത്ര പേര് ഈ നൂല് ഏറ്റെടുക്കും? എത്ര പേര് ആത്മാവിൽ ഏറ്റെടുക്കും? ഹല്ലേലൂയ. എന്തിയ കർത്താവേ, എന്തിയ കർത്താവേ, എന്റെ നന്മ എന്തിയ കർത്താവേ, എന്റെ നന്മ എന്തിയ കർത്താവേ. അമേ രാമ രാജ നാദി ഉണ്ടേനി ഭക്തൻ രാമ എന്റെ നന്മകളെല്ലാം പോയല്ലോ കർത്താവേ. സ്തോത്രം. എനിക്കുള്ളതല്ല, ഇതേ ഉള്ളായിരുന്നു, അതും പോയല്ലോ കർത്താവേ എന്ന് നീ പദം പറഞ്ഞു കരയുമ്പോൾ എന്റെ ദൈവത്തിന് ഇത് മകൾ പറയാനുണ്ട്. ഈ 3 ദിവസത്തെ നിന്റെ അന്വേഷണം ഒടുവിലെത്തുന്നത് ഒരു അഭിഷേക തലത്തിലേക്ക്, ഒരു അഭിഷേകത്തിലേക്ക് ഈ നഷ്ടം നിന്നെ എത്തിക്കുന്നത് ഒരു അഭിഷിക്ത ശുശ്രൂഷയിലേക്ക്. രാജ പലപ്പോഴും നമ്മൾ എളിയവരെ തഴഞ്ഞു കളയാറുണ്ട്. സ്തോത്ര. സമ്പത്തില്ലാത്തവരെ, വീടില്ലാത്തവരെ, നല്ല ഡ്രസ്സില്ലാത്തവരെ, നല്ല കുലമില്ലാത്തവരെ, നല്ല കുടുംബം ഇല്ലാത്തവരെ, കുലശ്രേഷ്ഠതയില്ലാത്തവരെ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാന്യതയില്ല എന്ന് തോന്നുന്നവരെ ഒക്കെ അവഗണിച്ചു കളയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, അഭിഷേകത്തിന്റെ തലത്തിലേക്ക് നിന്നെ നയിപ്പാൻ ദൈവം ഉപയോഗിച്ചത് കുടുംബശ്രേഷ്ഠതയുള്ളവനെ അല്ല, ഒരു വൃത്യനെയാണ്, ഒരു കൂലിപ്പണിക്കാരനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഒരു കൂലിപ്പണിക്കാരനെയാണ് ദൈവം ഉപയോഗിച്ചത്. നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ ചിന്തിക്കുന്നത് പോലെയല്ല, നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് ഇത് ഉയർന്നിരിക്കുന്നത് പോലെ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിലും, ദൈവത്തിന്റെ വിചാരം നമ്മുടെ വിചാരങ്ങളിലും ഉയർന്നതാണ്. സ്തോത്രം. ഒരു കൂലിപ്പണിക്കാരൻ ആണ് ദൈവം ഉപയോഗിച്ചതവനെ. നമ്മൾ സ്തോത്രം നിസ്സാരമെന്ന് കരുതുന്ന വളരെ ദൈവം ശക്തിയോട് ഉപയോഗിക്കും. സ്തോത്രം. മലബാറിൽ 1997 ഒരു വെളിപ്പാടിൽ സ്തോത്രം ആ ദേശത്ത് പോയി ഒരു വേല ആരംഭിപ്പാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ഞാൻ ആ ദേശത്ത് ചെന്നിറങ്ങുമ്പോൾ എന്റെ കയ്യിലുള്ളത് ഒരു പെട്ടി ട്രാക്റ്റും 20 രൂപയുമാണ്. സ്തോത്രം. ആമേൻ. ഒരു 10 കിലോ അരിയും മേടിച്ച് 100 രൂപയും കൊടുത്ത് സ്തോത്രം രണ്ടാമത്തെ പൈതലിനെ അത് ജനിച്ച് ഏതാണ്ട് 2-3 മാസം പോലും ആയില്ല, പരിശുദ്ധാത്മാവെന്നെ പറഞ്ഞയച്ചു. ദൈവത്തിന്റെ മക്കളെ, ഭാര്യയും മക്കളും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് നിന്നേക്കാൾ നിന്റെ കൂട്ടാളിയെ കുറിച്ചും നിന്റെ തലമുറയെ കുറിച്ചും വിചാരമുണ്ട്. സ്തോത്രം. അവയെ കൂട്ടാളിയെയും പിള്ളേരുടെയും കാര്യം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നമ്മൾ ഒരിടത്ത് ഒതുങ്ങിപ്പോകാനല്ല, നിന്റെ മേലുള്ള വിളിയും നിന്റെ മേലുള്ള നിയോഗവും പുറത്തെടുക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നതിനായി ഞാനിങ്ങനെ അനേക ഭവനങ്ങൾ സന്ദർശിച്ച് അവിടെ ഒത്തിരി ദൈവപ്രവർത്തികൾ ഭിന്നത്തേതിൽ ദൈവം ചെയ്യുവാനിടയാണ്. സ്തോത്രം. സ്തോത്രം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം.
ആ ഭവനത്തിൽ ചെന്ന് എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ഭവനത്തിലാണ് ഞാൻ താമസിച്ചത്. ഒരു 7 ദിവസക്കാലം ഞങ്ങൾ അവിടെ പാർത്ത് ആ പിതാവിനോട് 7 ദിവസം മിണ്ടിയില്ല. സ്തോത്രം. തിരിച്ച് മടങ്ങി വരാൻ ആഗ്രഹിച്ചു വരുമ്പോൾ എന്റെ യാത്ര ദൈവം മുടക്കി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി ദൈവം. ആ 7 ദിവസം മിണ്ടാതിരുന്ന പിതാവ്, സ്തോത്രം, നോക്കുമ്പോൾ വൈകുന്നേരത്ത് 9 മണിയായപ്പോ പിന്നെ ഞാൻ തിരിച്ചു ചെന്നിരിക്കുക. കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഒരാഴ്ച മുഴുവൻ ഈ പർവ്വത പ്രദേശങ്ങൾ കയറി ഇറങ്ങി ഈ ഭവനത്തിലെ പ്രിയ പിതാവിനോടൊന്നും ഉരിയാടിയിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നിരിക്കുന്നല്ലോ. അപ്പാ, എന്താ ഉദ്ദേശം? അങ്ങയുടെ പ്ലാൻ എന്താ? അറിയിക്കണമേ എന്ന് പറഞ്ഞ് ഉള്ളഞ്ഞരങ്ങുക. സ്തോത്രം. അവരെല്ലാരും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ഒരു വലിയ ആത്മപകർച്ചതയോ. എന്റെ കരം തൊട്ടില്ല, ഞാനവിടെ സുവിശേഷം പറഞ്ഞില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്തും തന്റെ അമ്മാവിയപ്പനും അമ്മായിയമ്മയും അവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ആ അപ്പച്ചന്റെ കയ്യെ ചില വർഷങ്ങളായിട്ട് ആ അപ്പച്ചന്റെ കൈ വരണ്ടിരിക്കുക. അപ്പച്ചന്റെ കൈ വരണ്ടി. ആത്മപകർച്ച വെളിപ്പെട്ട ആ നിമിഷം അപ്പച്ചന്റെ കൈ നിവർന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ അത്ഭുത ദൈവിക രോഗശാന്തി നടക്കും. അമ്മയോട് സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ നടക്കും. ഈ ദിവസങ്ങളിൽ അഭിഷേകം നിന്റെ തലവേ പകർന്നാൽ, നിന്റെ വീട്ടിൽ പകർന്നാൽ, നിന്റെ മുറിയിൽ പകർന്നാൽ, നീ വരാത്തത് നിവരും, നടക്കാത്തത് നടക്കും, കണ്ടിട്ടില്ലാത്തതിന്റെ സാക്ഷ്യം നീ വഹിക്കും. സ്തോത്രം. തോമസ് തിയേറ്റർ എന്ന് പറയുന്ന പിതാവ് ആരാധനാന്തരീക്ഷം ഒന്ന് ശാന്തമായപ്പോൾ വേദപുസ്തകം എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. കർത്താവേ, ഞാനൊരു പാപിയാ. കഴിഞ്ഞ 7 ദിവസം നിന്റെ ദാസൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഒക്കെ എനിക്ക് തോന്നി, വെറുപ്പ് തോന്നി. എന്നാൽ സ്തോത്രം, ഇന്ന് രാത്രി നീ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ നിവരാതിരുന്ന എന്റെ അപ്പച്ചന്റെ കൈ നിവർന്നെങ്കിൽ നീ അയച്ചിട്ടാ വന്നത്. ഇതിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തിയാണ് നിന്നെ ദൈവം അയച്ചതിന്റെ തെളിവ്. നിന്നിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ മിറക്കിൾസ് ആണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന്റെ തെളിവ്. അവിടുന്ന് വട്ടിയാന്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വട്ടിയാന്തോട്. അവിടെ സ്തോത്രം, അവിടെ ഒരു പ്രിയപ്പെട്ട കുടുംബമുണ്ട്. സ്തോത്രം. അവര് സ്തോത്രം. ആ കുടുംബത്തില് ഞാൻ ഇങ്ങനെ ചെന്ന് അവരോട് ഇങ്ങനെ കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞു. 50 വർഷത്തിന് മുമ്പ് അവരവിടെ കുടിയേറിയതാ. ഒരു സാധുവായ കൽപ്പണിക്കാരൻ, കയ്യാലകെട്ടുകാരൻ അവരുടെ പറമ്പിൽ കയ്യാലകെട്ടാൻ വന്നു. സ്തോത്രം. അപ്പോൾ എരുത്തിലിന്റെ സൈഡിലാണ് അദ്ദേഹം കിടക്കുന്നത്. സ്തോത്രം. എല്ലാരും 8:30 പണിക്കിറങ്ങുമ്പോൾ ഇതേ 7 മണിക്ക് പണിക്കിറങ്ങും. 5 മണിക്ക് കയറുമ്പോൾ ഇതേ 6:30 കഴിഞ്ഞ് കയറും. വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആ എരുത്തിലിന്റെ ആ സൈഡിൽ പോയി ഇരുന്ന് 2 മണിക്കൂർ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർക്ക് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. അയ്യോ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, സ്തോത്രം, ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഈ മനുഷ്യന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്ഷീണവും ഇല്ല. നിന്റെ സകല ക്ഷീണവും മാറുന്ന എപ്പോഴാണെന്നറിയാമോ? നീ ദൈവത്തിന്റെ ഭാരമെടുത്ത് സമയം ചെലവഴിക്കുമ്പോഴാണ്. നിനക്ക് ആരോഗ്യം കിട്ടുന്ന എപ്പോഴാണെന്നറിയാം? നിന്റെ എല്ലാ സ്ട്രെസ്സും റിലീസ് ആകുന്നത്. നിന്റെ സകല സ്ട്രെസ്സും റിലീസ് ചെയ്യപ്പെടുന്ന സ്ഥലമെടാ പറയോ? നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിന്റെ സമയം ചെലവഴിക്കുമ്പോൾ, എന്റെ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. സൗഖ്യമോ
കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ആ എഴുത്തിൽ അവിടുന്ന് മാറ്റി അവരുടെ സിറ്റ് ഔട്ടിൽ കിടക്കാനുള്ള സൗകര്യം കൊടുത്തു. ദൈവങ്ങളെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാര് മുഴുവൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. ഈശിന്റെ ആടിനെ കണ്ടെത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു ഭൃത്യനെയാണ്, ഒരു കൂലിപ്പണിക്കാരൻ, ഒരു കൽപ്പണിക്കാരനെയാണ് മലബാറിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത്. സ്തോത്രം. ഇന്ന് പകൽ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിട്ടോ ഒറ്റപ്പെട്ടവളായിട്ടോ തള്ളപ്പെട്ടവനായിട്ടോ അവഗണിക്കപ്പെട്ടവരായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെയാ കണ്ടിരിക്കുന്നത്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. നിന്റെ പേരാണ് ഈ അഭിഷേകത്തിന്റെ തലം വെളിപ്പെടാൻ പോകുന്നത്. വളരെ ദൈവത്തിലേക്ക് നയിക്കാൻ ആത്മാവ് നിന്നെ വിരൽ ചൂണ്ടാൻ ഉപയോഗിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ കൊള്ളരുതാത്തവരെന്നും മാറാരോഗികളെന്നും ഒക്കെ പറയുന്നവരെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. ദൈവം ഉപയോഗിക്കുവനെ. സ്തോത്രം ചെയ്താണ് ദൈവം ഉപയോഗിക്കും. ശക്തിയോടെ ദൈവം ഉപയോഗിക്കും. നമുക്കറിയാം. സ്തോത്രം. ശാഫാത്തിന്റെ മകനായ എലീശയെ ജീവനോടെ വെക്കത്തില്ല എന്ന് പറഞ്ഞ് ആമേ സ്തോത്രം. അതേ രാജാക്കന്മാർ കൊന്നുകളയാൻ പദ്ധതിയിട്ടപ്പോൾ സ്തോത്രം അമേ എലീശയിൽ നിന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്താ? നാളെ ഈ നേരത്ത് ശമര്യയുടെ വടിവാതിക്കൽ ശേക്കലിന് 2 സെയ ഗോതമ്പും ആമേ 2 സെയ യവവും വിൽക്കും. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. സ്തോത്രം. പട്ടിണി കൊണ്ടും കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്ന സ്റ്റോറി ഒരു സഹോദരി വന്ന് നിന്ന് പറയുന്നത് കേട്ട് ഇസ്രായേൽ രാജാവ് വസ്ത്രം വലിച്ചു കീറുമ്പോഴാണ് ദൈവസന്നദ്ധിയിൽ അഭിഷിക്തനിലൂടെയുള്ള ദൈവശബ്ദം ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ നിന്റെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് നാളുകളായി എന്ന് ജനത പറയുമ്പോൾ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, 24 മണിക്കൂർ കഴിയുമ്പോൾ ആ പട്ടണത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുറക്കപ്പെടും. ഹലോ, സൂപ്പർ മാർക്കറ്റ് തുറക്കപ്പെടും. നിന്റെ ഭവനത്തിൽ വരേണ്ട നന്മകളെല്ലാം ദൈവം കൊണ്ടുവരുമെന്നല്ലേ എന്നുള്ള അർത്ഥം. അന്ന് രാത്രിയിൽ 2 കുഷ്ഠരോഗികൾ പറയുകയാണ്. സ്തോത്രം. അരാം സൈന്യം ഈ ഞെരുക്കത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ മക്കളെ ആക്രമിക്കാൻ ചുറ്റും പാളയം കൂടെ ഇറങ്ങിയിരിക്കുക. ഇടിവെട്ടിയവനെ പാമ്പ് കഴിച്ചതുപോലെ. സ്തോത്രം ചെയ്തു, സ്തോത്രം ചെയ്തു. നിന്റെ ഞെരുക്കം വീട്ടിനകത്ത് ഒരു സൈഡിൽ, സ്തോത്രം, മാനസിക പിരിമുറുക്കം മറ്റൊരു സൈഡിൽ. അപ്പോൾ നിന്റെ ഈ ദുർബല നിമിഷത്തിൽ നിന്നെ ആക്രമിക്കുവാൻ സംഘടിതമായി ഒരു സൈന്യം കൂടെ ചുറ്റും വളയുമ്പോൾ എന്റെ ദൈവം മിണ്ടാതിരിക്കുവോ? എന്റെ ദൈവം മിണ്ടാതിരിക്കുവോ? ഒരു സൈഡിൽ നിന്നെ വീർപ്പ് പൊട്ടിക്കുമ്പോൾ നിന്നെ മാനസികമായി പീഡിപ്പിക്കുവാൻ, നിന്നെ ശാരീരികമായി ക്ലേശിപ്പിക്കുവാൻ, നിന്റെ ഉള്ള നന്മകളെയും കൂടെ കവർന്നെടുത്ത് കൊള്ളയടിക്കുവാൻ അരാമ്യ സൈന്യം ചില ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് അവരുടെ ഭക്ഷ്യസാധനങ്ങളുമായി കൂടാരമടിച്ച് വട്ടം കിടക്കുക. ഭയത്തിലും ഭീതിയിലും
ഉത്കണ്ഠയിലും ആകുലതയിലും വ്യസനത്തിലും പരിഭ്രമത്തിലും ആയിരിക്കുന്ന ദൈവമെതിരെ ഇന്ന് മകൾ നിന്നോടുള്ള ദൈവാരുളപ്പാട് നീ കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. 2 കുഷ്ഠരോഗികളെ ദൈവം തട്ടി ഉണർത്തുക. ഒരു സൈഡിൽ, മറുവശത്ത് എന്റെ ദൈവം ആകാശത്തു നിന്ന് വലിയ സൈന്യത്തിന്റെ ആരവാരവും കുതിരകളുടെ കുളമ്പടി ശബ്ദവും ആകാശത്ത് വലിയ മുഴക്കവും അയച്ചു. ഈ ആരാധനയിൽ നീ ഇവിടെ ഇരിക്കുമ്പോ എന്നെ വളർന്നിരിക്കുന്ന ശത്രു സൈന്യം ദൈവത്തിന്റെ മുഴക്കത്തിൽ നിന്നെ വിട്ടുപോകുന്നവല്ല. സ്തോത്രം സ്തോത്രം. ഓ ഹല്ലേലൂയ. അരാമ്യ സൈന്യം ഭയപ്പെടുകയാണ്. അവർ നോക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് കുതിരകൾ ഒന്നിച്ച് പാഞ്ഞു വരുന്ന കുളമ്പടി ശബ്ദം കേട്ടിട്ട് അരാമ്യ സൈന്യാധിപന്മാര് പരസ്പരം പറയുകയാണ്, ഇതാ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, ശത്രു സൈന്യങ്ങളെ നമുക്കെതിരെ രാജാവ് വിലക്ക് മേടിച്ചിരിക്കുക, ജീവനും കൊണ്ട് പോയേക്കാം. അവരുടെ നന്മകൾ, അവരുടെ കൂടാരങ്ങളിൽ അവയെ പൊന്നും വെള്ളിയും അവരുടെ ഭക്ഷ്യസാധനങ്ങൾ വിട്ടിട്ട് അവർ ജീവനും കൊണ്ട് ഓടി. അരുളപ്പാടുള്ളവന്റെ മേൽ പിശാച് വിജയിക്കത്തില്ല. ദൈവശബ്ദം കേട്ടവന്റെ മേൽ പിശാച് വിജയിക്കത്തില്ല. അരുളപ്പാട് ലഭിച്ചവരാണോ ധൈര്യപ്പെടുക. അരുളപ്പാട് ലഭിച്ചവരാണോ ധൈര്യപ്പെട്. ദൈവപുരുഷൻ 24 മണിക്കൂറത്തെ സമയം പറഞ്ഞെങ്കിൽ, നാളെ ഈ നേരം എന്ന് പറഞ്ഞെങ്കിൽ, അത് ആത്മാവിലാ പറഞ്ഞതെങ്കിൽ ആ 24 മണിക്കൂർ എന്ന് പറയുന്നത് നിർണായകമാണ്. അത് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ സൈന്യം ഇറങ്ങുന്ന സമയമാണ്. ദൈവം ചില ശബ്ദങ്ങൾ ശത്രുവിനെ കേൾപ്പിക്കുന്ന സമയമാണ്. ദൈവം ഇറങ്ങുന്ന സമയമാണെന്ന് പറയാമോ? ഇന്ന് പകരം ഈ ദൂത് നീ കേൾക്കുമ്പോ, ഈ രാത്രിയിൽ വിദേശത്തായിരിക്കുന്നവർ ഈ ദൂത് കേൾക്കുമ്പോ, നാളെ ഈ നേരം എന്നൊരു അരുളപ്പാടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സമയമാണ്. ഈ സ്തോത്രം ചെയ്യ ഒരു പുതിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം. അവരാദ്യം ഭക്ഷിച്ചു, കുറച്ച് വെള്ളിയും പൊന്നും ഒക്കെ എടുത്ത് മാറ്റിവെച്ചു. രണ്ടുപേരും ചേർന്ന് പറയാ, ഇത് സദ്വർത്തമാന ദിവസമാണ്. നേരം പുലരും വരെ സത്യം മറച്ചാൽ കുറ്റക്കാരാവും രാജസ്ഥനി, പോയി വിവരം അറിയിക്കാം. ഇസ്രായേൽ രാജാവിന്റെ ബലം കൊണ്ടല്ല കൊള്ള കിട്ടിയത്, രാജഭൃത്യന്മാരുടെ ശക്തി കൊണ്ടല്ല കൊള്ള കിട്ടിയത്. ദൈവം അവിടെ ഉപയോഗിച്ചത് മരുന്നില്ലാത്ത രോഗത്തിന് അടിമയായിരുന്ന 2 കുഷ്ഠരോഗികളെ. 2 കുഷ്ഠരോഗികളെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? ഒരു കൊള്ള പങ്കിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ഞെരുക്കം മാറ്റാൻ ദൈവം ഉപയോഗിച്ചത് 2 രോഗികളെയാ. 2 രോഗികളെയാ. സ്തോത്രം ചെയ്യാമോ? 2 രോഗികളെ ദൈവം ഉപയോഗിച്ചത്. രണ്ട് രോഗികളെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ഞെരുക്കം മാറി, സ്ഥിതി മാറി, കൊള്ള കിട്ടി. മക്കളെ, മനുഷ്യന് മഹത്വം കിട്ടാതെ ഇരിക്കേണ്ടതിന് ദൈവം എപ്പോഴും തന്നെ പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായിരിക്കും. ഇന്ന് പകൽ മാനസികമായോ ശാരീരികമായോ നീ ക്ഷീണിതയാണെങ്കിൽ, നീ ക്ഷീണിതനാണെങ്കിൽ നിന്നെ ഉപയോഗിക്കുന്ന ദൈവിക കരം നിന്റെ പുറകെ വരാൻ പോകും. ചിലരുടെ ഞെരുക്കം മാറ്റുവാൻ
ചിലരുടെ വേദന മാറ്റുവാൻ, ചിലരുടെ ദുഃഖം മാറ്റുവാൻ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കും. അതിനോട് സ്തോത്രം ചെയ്യാം. അവരന്വേഷിച്ച് സ്തോത്രം തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്, ആമേൻ, ഭൃത്യൻ പറയുകയാണ്, ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ട്. സ്തോത്രം. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. യേശുവിന്റെ രക്തം ജയം. ഇവിടെ എന്തുണ്ട്? ഒരു പ്രവാചകനുണ്ട്. എടുത്ത് വായിച്ചു നോക്കിയാട്ട്. സ്തോത്രം, സ്തോത്രം. അവൻ മാന്യനാകുന്നു. ആമേൻ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. നമുക്ക് അവിടെ പോകാം. നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആലോചന ഇതാണ്. ഈ ദൈവപുരുഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നോക്കിയേ. അവൻ മാന്യനാണ്, ആലോചന ഒത്തുവരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണോ? അല്ല. സ്തോത്രം. ദൈവപുരുഷന് അന്ന് കാര്യം മനസ്സിലാക്കിയത് വ്യക്തികളെ അടുത്തറിയുമ്പോഴാണ് അത് പൈശാചികമാണോ ദൈവികമാണോ എന്ന് അറിയുന്നത്. സ്തോത്രം. കർത്താവിന്റെ മക്കള്, ദൈവത്തിൽ വസിക്കുന്നവന് ദൈവത്തിന്റെ സ്വഭാവം കാണും. അതിനെ ഓർത്താൽ മതി. സ്തോത്രം, സ്തോത്രം. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും. 4 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 1, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. 2, അവൻ മാന്യനാണ്. 3, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. 4, പോകുവാനുള്ള വഴി അവൻ പറഞ്ഞു. കണ്ടോ? എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇച്ചിരി സമയം ചെലവഴിച്ചാൽ നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് അന്താളിക്കേണ്ടി വരത്തില്ലെന്നായി. കർത്താവേ, നാളെ എന്തുവാ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള വിഷാദം നിന്നെ അലട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ നീ മുട്ടുകുത്തും. എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. ആലോചന ഇല്ലാത്തടത്ത് പോയാൽ നീ അപരാധത്തിലാവും. സ്തോത്രം. ഈ പ്രമാണം പ്രസംഗിക്കാത്തടത്ത് പോയാൽ നീ കുഴയും. സ്തോത്രം. ഇതാണ് അരുളപ്പാട്, ഇതാണ് ദൈവശബ്ദം. ഇതിലൂടെ നിന്നോട് ഇടപെടുമ്പോൾ ഇത് പകൽ പോലെ വെളിച്ചവും പാറ പോലെ ഉറപ്പുള്ളതുമാണ്. നിനക്ക് മിസ്റ്റേക്ക് വരത്തില്ല. നിനക്ക് ഊഹാഭോഗത്തിൽ തടയേണ്ട വരത്തില്ല. കാരണം നീ വചനം നിന്റെ കാലിന് ദീപമാ, ഇത് നിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനം നീ കേട്ടിട്ട് വെറുതെ തിരിച്ചു വരത്തില്ല. പറഞ്ഞ കാര്യം നിവർത്തിച്ചിട്ട് ഈ വചനം തിരിച്ചു വരത്തില്ല. സ്തോത്രം. അപ്പോൾ ഈ ഭൃത്യൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയാം, ദൈവമക്കളെ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, മതി എന്ന് വെക്ക്. സ്തോത്രം. നമ്മൾ എത്ര കടന്ന് പരാക്രമം കാണിച്ചാലും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. പക്ഷെ നിന്നെ ഉയർത്താൻ ദൈവം ഫിക്സ് ചെയ്തൊരു സമയമുണ്ട്. അന്നേരം നിനക്ക് മതി കർത്താവേന്ന് പറയത്തക്കവണ്ണം അതിൽ വഴികൾ, ഉറവകൾ തുറന്നു. സ്തോത്രം, സ്തോത്രം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച സ്റ്റോറി നിങ്ങൾക്കറിയാം. കെട്ടുകഥയല്ല, റിയൽ സ്റ്റോറി. അതിന് വേദശാസ്ത്രികൾ പറയുന്നത്, പൗലോസ് പറയുമ്പോൾ അവരെ അനുഗമിച്ച പാറ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരിടത്ത് നിൽക്കുന്ന പാറ എങ്ങനെ അനുഗമിക്കുന്നത്? കാരണം ആ ഉറവ് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം പുറകെ ചെന്ന വേദശാസ്ത്രി. ദൈവം തുറന്നാൽ അത് നിന്റെ പുറകെ വരും മക്കളെ. ദൈവം തുറന്നാൽ അത് നിന്റെ പുറകെ വരും. ജീവിതം മരുഭൂമിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവരറിയാത്തൊരു മേഘത്തിന്റെ കീഴിലാണ് നീ ആയിരിക്കുന്നത്. അവരറിയാത്ത ഒരു അഗ്നിയുടെ കീഴിലാണ് നീ ആയിരിക്കുന്നത്. അവരറിയാത്തത് ദൈവം നിനക്ക് തരുന്നുണ്ട് ഭക്ഷിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. നിങ്ങൾ നോക്കുക, ഭൃത്യൻ ശൗലിനോട് സ്തോത്രം
7-ാം വാക്യം വായിച്ചാട്ടെ. ശൗൽ തന്റെ ഭൃത്യനോട് നാം പോകുന്നുവെങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരുമെന്ന് ഉത്തരം പറഞ്ഞു. കൂലിപ്പണിക്കാരന്റെ കാഴ്ചപ്പാട് കണ്ടോ? പിടികിട്ടുന്നോ? സ്തോത്രം. ശൗലിന്റെ മകന്റെ കയ്യിൽ കാശില്ല, ഭണ്ഡാരത്തിലെ അപ്പം എന്ത് ചെയ്തു? തീർന്നുപോയി. സ്തോത്രം. പക്ഷേ ഈ കൂലിപ്പണിക്കാരന്റെ ഹൃദയത്തിൽ ഒരു കാഴ്ചപ്പാട് കണ്ടോ? ദൈവത്തിന്റെ സന്നിധി പോകുമ്പോ മാനിക്കണം, മാനിക്കണം. സ്തോത്രം. ആമേൻ. അതിന് ഈ ശൗലിന്റെ കാഴ്ചപ്പാടും അവിടെ നല്ലതാണ്. ശൗല് പറയുന്നത് തന്റെ ഭൃത്യന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മൾ എന്നാ കൊണ്ടുപോകുന്നത്? മാനിക്കണമെന്ന് രണ്ടുപേർക്ക് ആഗ്രഹം. സ്തോത്രം. പക്ഷേ കൂലിപ്പണിക്കാരനായ ഈ ഭൃത്യന്റെ കയ്യില് ഒന്നുമില്ല. ഞാൻ പറയുക, എന്റെ കയ്യിൽ എന്തോ ഉണ്ട്, 4 ശേക്കെൽ, അത് ഞാൻ കൊടുക്കാം. എന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പൊരുൾ പിടികിട്ടുന്നുണ്ടോ? എടാ, എന്റെ 4 ശേക്കെൽ പോയാലും വേണ്ടിയല്ല, എന്റെ യജമാനന്റെ നഷ്ടം തിരിച്ചു കിട്ടണം. മനസ്സിലാകുന്നുണ്ടോ? എന്റെ 4 ശേക്കെൽ പോകട്ടെ, ഇവനെ എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടു ചെല്ലാൻ പറ്റുമല്ലോ. ഇതുവരെ പ്രാർത്ഥനാ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ടില്ലാത്ത യേശുവിന്റെ രക്തം ദൈവം. യെസ്, ഇതുവരെയും ആമേൻ, ആമേൻ. ഈ 4 ശേക്കെലുള്ള കൂലിപ്പണിക്കാരന്റെ ആഗ്രഹം ഇതാണ്. ഈ യജമാനൻ ഇന്നുവരെ പ്രാർത്ഥിക്കുന്നവന്റെ അടുക്ക പോയിട്ടില്ല, ഇതുവരെ അഭിഷേകമുള്ളവന്റെ അരികെ പോയിട്ടില്ല, ദർശനമുള്ളവന്റെ അരികെ പോയിട്ടില്ല. എന്റെ ഇച്ചിരി ചില്ലറ പോയാലും വേണ്ടിയല്ല, എനിക്ക് ഇവനെ ദൈവസനെ കൊണ്ടുപോകാം. ഞാൻ ചെലവിടാവുന്നു, ഈ കൂലിപ്പണിക്കാരൻ പറയുകയാണ്, എന്റെ കയ്യിലുള്ള 4 ശേക്കെൽ ഞാൻ ചെലവിടാം. അകത്തെ കാഴ്ചപ്പാടിതേ ഉള്ളൂ. എന്നാലും എന്റെ കൂടെ നടക്കുന്നവനെ, സ്തോത്രം, എനിക്ക് ദൈവത്തിന്റെ പാദമെടുത്ത് കൊണ്ടുപോകണം. ആമേൻ. നീ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ഒരുവൻ ദൈവസേന വരുന്നതിന് വേണ്ടി നീ 1 നയാ പൈസ ചെലവിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ കണക്കിലാണ്. സ്തോത്രം. തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യാത്രയിൽ മുറിവേറ്റ, സ്തോത്രം, വഴിയാത്രക്കാരനെ നല്ല ശമരിയക്കാരൻ മുറിവ് കെട്ടി വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടാക്കി കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ നന്നായി നോക്കണം, സൂക്ഷിക്കണം, ശുശ്രൂഷിക്കണം. നീ അധികമായി വല്ലതും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ നിനക്ക് തിരിച്ചു തരാം. കേട്ടോ, തിരിച്ചു തരുന്നവനാ ദൈവം. കേട്ടോ, എന്റെ തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. എഴുതി വെച്ചിട്ടുണ്ട് ദൈവം, എഴുതി വെച്ചിട്ടുണ്ട്. മേടിച്ചവർക്ക് കണക്കില്ലെങ്കിലും കൊടുത്ത നിന്നെ കുറിച്ച് ദൈവസേന എഴുതി വെച്ചിട്ടുണ്ട്. ശൗലിനോടുള്ള ബന്ധത്തിൽ പിൽക്കാലത്ത് ദൈവം പറയുന്നുണ്ട്, അമാലേക്കർ എന്റെ ജനം ക്ഷീണിച്ചും തളർന്നു വരുന്ന സമയത്ത് എന്റെ ജനത്തോട് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. കുറിച്ചു വെച്ചിട്ടുണ്ട്. 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 1 ശമൂവേൽ 15-ന്റെ 1-2 വാക്യങ്ങൾ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊണ്ട് സൈന്യങ്ങൾ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ?
ഇസ്രായേൽ മക്കൾ വരുമ്പോൾ അവർ ക്ഷീണിച്ചും തളർന്നു വരുന്ന സമയം എന്നാണ് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്. ആ സമയം നോക്കി, ആ തക്കം നോക്കി, നിന്റെ ക്ഷീണം നോക്കിയിട്ട് നിന്നെ ആക്രമിച്ചെന്ന് നീ കേസ് കൊടുത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, സ്വർഗീയ കോടതി സ്വതവേ കേസെടുത്തത്. നിന്നെ നോവിച്ച സമയം, നിന്നെ വേദനിപ്പിച്ച സമയം, നിന്നോട് യുദ്ധം ചെയ്ത സമയം തമ്പുരാൻ പറയാൻ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രമാത്രം സ്നേഹിക്കുകയും അറിയുകയും കരുതുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം പോരായോ നിനക്ക്? തമ്പുരാൻ പറയാൻ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. യഹൂദരുടെ പാപം ഇരുമ്പെടുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ട് ഞാൻ എഴുതി വച്ചിരിക്കുന്ന തിരുവെഴുത്തിൽ കാണുന്നു. വജ്രത്തിന്റെ മുന, ഗ്ലാസ് കടയിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഗ്ലാസ് മുറിക്കുന്നവരുടെ കയ്യിൽ ഒരു പേന കാണും. അത് വജ്രത്തിന്റെ മുന കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ലൈൻ ഇട്ടേച്ച്, സ്തോത്ര സ്കെയിൽ പിടിച്ച് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഏത് കട്ടിയായിട്ടുള്ള സ്തോത്രം ആ ഗ്ലാസും രണ്ടായിട്ട് അത് പിളരും. സംഗതി കാഴ്ചയിൽ ചെറുതാ, അതുകൊണ്ടൊരു കീറിയാൽ അത് പിളർന്നു മാറും. ദൈവം പറയുക, ഇതുകൊണ്ട് ഞാൻ എഴുതി വച്ചിരിക്കുക, ഇതുകൊണ്ട് ഞാൻ എഴുതി വച്ചിരിക്കുക, ഇതുകൊണ്ട് ഞാൻ എഴുതി വച്ചിരിക്കുക. അമ്മേ, എന്റെ മകൾ നീ ധൈര്യപ്പെട്ടോ. എന്റെ ദൈവം കുറിച്ചു വെച്ചെങ്കിൽ പ്രതികരിക്കുന്ന സമയവും കുറിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തെ വിശ്വാസത്താൽ കണ്ട് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് തന്റെ നഷ്ടം തന്നെ നയിപ്പാൻ ഇടയായി തീരുകയാണ്. സ്തോത്രം. നിങ്ങൾ 10-ാം വാക്യം വായിച്ചാൽ ശൗൽ ഭൃത്യനോട് നല്ലത് വരിക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വരുന്ന അടുത്തത് അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരിയെ കണ്ട് അവരോട് ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട് ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവിൻ. ഇന്ന് പൂജാഗിരിയിൽ ജലത്തിന്റെ വക ഒരു യാഗമുള്ളത് കൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകുകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കയില്ല. അതിന്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവൻ ഭക്ഷിക്കുകയുള്ളൂ. മതി. 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. സ്തോത്രം, സ്തോത്രം. ദൈവമേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. സ്തോത്രം. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. കണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? വരുന്നതിന്റെ തലേ ദിവസം സ്തോത്രം ചെയ്തില്ല. അത് ശമൂവേലിന് ദൈവം വെളിപ്പെടുത്തി. ഒരു വശത്ത് നഷ്ടം ഉണ്ടായ ഒരു കുടുംബം, മറുവശത്ത് ആ നഷ്ടത്തിന്റെ പിറകിൽ ഒരു രാജകീയ അഭിഷേക തൈലം പകരപ്പെടണമെന്ന് നിശ്ചയിച്ച് ദൂത് കൊടുക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോഴത്തെ ഞെരുക്കത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇപ്പോഴത്തെ നഷ്ടത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇപ്പോഴത്തെ നിന്റെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള പരാജയം എങ്ങും ആയില്ലല്ലോ, എങ്ങും എത്തിയില്ലല്ലോ, എവിടെ എത്തും, എങ്ങനെ എത്തും അപ്പ എന്നിങ്ങുള്ള കുഴച്ചിലും തുഴച്ചിലും ഉണ്ടല്ലോ. എന്റെ ദൈവത്തിന് മറവല്ല, നീ ചെന്നെത്താൻ പോകുന്നതുണ്ടല്ലോ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പടിയുടെ കടന്നു പറഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് നീ അന്വേഷിച്ച് ദൂത് കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ 3 ദിവസം കൊണ്ട് നീ അന്വേഷിച്ച് നടന്ന വഴികളല്ല, നിന്റെ നഷ്ടപ്പെട്ട കഴുതയെ കുറിച്ച് അന്വേഷിച്ച ദേശമല്ല, ഭരിക്കുന്നവനായി മാറുന്ന ഒരു അഭിഷേകം
സങ്കട ശബ്ദത്തിൽ ഈ 3 ദിവസമായി നീ അലഞ്ഞു നടന്ന ആ സ്ഥലത്തെ മുഴുവൻ നിന്റെ അവകാശമായി തരുന്ന ഒരു ദൈവ പ്രവൃത്തി കഴുതയെ കണ്ടോ കഴുതയെ കണ്ടോ കഴുതയെ കണ്ടോ എന്ന് ശൗലും ഭൃത്യനും ഓരോരുത്തരുടെ വീട്ടുവാളക്കൽ നിന്ന് ചോദിച്ചു പോവുകയാ. പക്ഷേ അങ്ങോട്ട് കഴുതയെ ചോദിച്ച് കടന്നുപോയവൻ തിരിച്ചു വരുമ്പോൾ ആത്മാവിന് പറയാനുള്ളത്, നീ ചോദിച്ച വീട്ടിലുള്ളവരെല്ലാം ഇനി വരും കാലങ്ങളിൽ നിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വരാമോ? നീ ചോദിച്ചവരോ നീ അന്വേഷിച്ചവരോ ആരും നിന്റെ നഷ്ടം എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞില്ല. സ്തോത്രം സ്തോത്രം. അവരാരെങ്കിലും വഴി പറഞ്ഞിരുന്നെങ്കിൽ അഭിഷേകം കിട്ടാതെ നീ തിരിച്ചു വീട്ടിൽ പോയ. എന്താണ് ചിലരിൽ നിന്ന് നിനക്ക് വ്യസനത്തിന്റെ ഉത്തരം കിട്ടുന്നത്, സങ്കടത്തിന്റെ ഉത്തരം കിട്ടുന്നത്, മുറിവേൽക്കുന്ന ഉത്തരം കിട്ടുന്നത്, കൈയൊഴിഞ്ഞു പറയുന്ന കളഞ്ഞെന്ന ഉത്തരം കിട്ടുന്നത്, കണ്ടിട്ടും കാണാത്തവരെ പോലെ നടിച്ചു നടക്കുന്നത്? ഭാരപ്പെടരുത്. ഇതെല്ലാം നിന്നെ നയിക്കുന്നത് അവയെ ശരിയായ പ്രതലത്തിലേക്കാ, ശരിയായ സ്ഥലത്തിലേക്കാ, ശരിയായ വിടുതലിന്റെ സ്ഥലത്തേക്കാ. ഇപ്പോഴത്തുള്ള ദുഃഖത്തിനായി നീ നന്ദിയോടെ സ്തോത്രം ചെയ്യേ. സ്തോത്രം. ദൈവം വെളിപ്പെടുത്തുന്നു. നാളെ രാവിലെ ഞാൻ 2 പേരെ നിന്റെ വീട്ടിൽ അയക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക 15-ാം വാക്യം. എന്നാൽ ശൗൽ വരുന്നതിന് 1 ദിവസം മുമ്പ് അത് ശമൂവേലിനെ വെളിപ്പെടുത്തി, നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. കണ്ടോ? ഓർഡറാ, മേളിൽ നിന്നുള്ള ഡിവൈൻ ഓർഡർ. ദൈവത്തിന് ഗോത്രം ഒന്നും തെറ്റിയില്ല. എവിടാ? ബെന്യാമീൻ ഗോത്രത്തിന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് പറയാനുണ്ട്, ദൈവമേ എന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലാത്ത കഷ്ടതയിൽ ഞാൻ അകപ്പെട്ടു, എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടില്ലാത്ത പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ടു പോയി, എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെ അടിമുടി ആട്ടി ഉലയ്ക്കുന്ന ദുരിതത്തിലും ദുഃഖത്തിലും ഞാൻ അകപ്പെട്ടു പോയി. സ്വസ്ഥമായി സമാധാനമായി സന്തോഷിച്ച് വട്ടമിരുന്ന് ഭക്ഷിച്ച് സ്തുതിച്ച് ആരാധിച്ചു പോയ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടപ്പാ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ദൈവത്തിന് പറയാനുള്ളത്, മോളെ, എന്റെ മകനെ, നീ ഈ നിലയിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിന്നെ എനിക്ക് ഒന്ന് മാറ്റാനുണ്ട്, നിന്റെ തല ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, നിന്റെ പ്രതലം ഒന്ന് മാറ്റാനുണ്ട്. നീ സാധാരണപ്പെട്ടവനായി, നീ സാധാരണപ്പെട്ടവനായി ഈ ദിവസങ്ങളിൽ വീട്ടിലായിരുന്നെങ്കിൽ നിന്നെ ദേശത്ത് മാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. രക്തത്താഴ്ചയെ 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 ദൈവത്തിന് പറയാനുള്ള ദൂതനാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിന് പറയാനുള്ള ദൂതനാണ്. ശൗലേ, നിന്റെ ഗ്രാമവാസികൾ മാത്രമാണ് അറിഞ്ഞ് ഒതുങ്ങി നിന്നെങ്കിൽ ആത്മാവിന് സ്തുതിക്കുന്ന ദൂത് പറയുക. ഇനി എന്റെ ആത്മാവിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? നിന്നെ നാഷണൽ ലെവലിൽ, രാജ്യവ്യാപകമായി നിന്നെ ഒന്ന് അറിയപ്പെടണമെന്ന്.
പട്ടണത്തിലും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത മുഴുവൻ നിന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ പുറത്തെടുക്കുകയാ. ഞാൻ നിന്നെ പുറത്തെടുക്കേണ്ടതിന് വേണ്ടിയാ ഈ 3 ദിവസം നീ ദുഃഖത്തിലൂടെ കടന്നുപോയത്, ഈ നഷ്ടത്തിലൂടെ കടന്നുപോയത്. അല്പകാല നഷ്ടത്തിലൂടെ നീ പോകുമ്പോ രാജ്യാന്തര തലത്തിൽ മാനിക്കുവാൻ അവന്റെ നഷ്ടം കാരണമായി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? അന്ന് സംഭവിച്ചതിന്റെ എല്ലാത്തിന്റെ പുറകിൽ എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറയാം. അനുഭവിച്ച സകല കേസങ്ങളുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറയാം. അനുഭവിച്ച സകല ദുരിതത്തിന്റെ പുറകിൽ സ്തോത്രം. ഇതുവരെ പാർത്തിട്ടില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് സ്തോത്രം ശൗല് ചെല്ലുന്നത്. കേൾക്കുന്നുണ്ടോ? പ്രവാചക ശിഷ്യന്മാർ, പ്രവാചകർ ആരെ അങ്ങനെ ഒന്നും പാർപ്പിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ നീ അറിയാത്ത വീട്ടിൽ നിനക്ക് പ്രവേശനം കിട്ടി. എന്താ കാര്യം? ദൈവം ഓർഡർ കൊടുത്ത കുഞ്ഞെ, കേറ്റാത്ത വീട്ടിൽ നിന്നെ കയറ്റും. കേറ്റാത്ത വീട്ടിൽ നിന്നെ ദൈവം കയറ്റും. ദൈവം ഓർഡർ ഇട്ടാൽ തുറക്കപ്പെടുന്ന വാതിലുകൾക്കായി സ്തോത്രം. ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ തുറക്കാത്ത വാതിലുകൾ ഇന്ന് മുതൽ നിനക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കാൻ പോകുക. അയൽപ്പാടിൽ ചില വീടുകൾ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തേ. ഇവിടെ കേട്ടാൽ ഇവൻ ആരാ? ഇവനെ എന്റെ വീട്ടിൽ കയറ്റാൻ ഇവൻ ആരാ എന്നൊരു ചോദ്യമില്ലാതെ നീ ആ വീട്ടുവാതൊക്കെ ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തിന് ഇടപെടാൻ പറ്റും. അതിനോട് സ്വത്രം ചെയ്യാമോ? അതെ, അടഞ്ഞു കിടക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്ന ചില വാതിലുകൾ ഈ വിശുദ്ധാരാധനയെ തുറക്കപ്പെടുക. ഇവിടെ ആത്മമർമ്മമുണ്ട്. ശമൂവേലിന്റെ മേൽ ദൂത് കിട്ടിയത് നാളെ ഞാനാ അയക്കുന്നത്. അവനെ നിന്റെ വീട്ടിൽ കേൾക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിന് മതിലേ, എന്റെ ദൈവം പറയുന്നത് മനുഷ്യനനുസരിക്കും. അഭിഷേകം ഇവന്റെ മേൽ വന്നില്ല. ആ പദ്ധതി വെളിപ്പെട്ടപ്പോഴേ വീടുകൾ തുറക്കപ്പെട്ടത്. അന്നയോടെ സ്വന്തം ചെയ്താട്ടെ. അഭിഷേകത്തിന്റെ തലം വെളിപ്പെടുന്നതിന് മുമ്പ് വാതിലുകൾ തുറക്കപ്പെടുകയോ. ദൈവം പറയുകയാണ്, എന്റെ ജനത്തെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. ചുമ്മാതെ ജനത്തെ ഒന്നും ഭരിക്കാനൊക്കത്തില്ല. ജനത്തെ അവൻ ഭരിക്കേണ്ടതിന് അവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അഭിഷേകമാണ് ജനത്തെ ഭരിക്കേണ്ടത്. ആമേൻ. എന്താണ്? അഭിഷേകമാണ്. ഇവകളെ വളരെ ഭയത്തോടെ കേൾക്കണം, വിറയലോടെ കേൾക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ എന്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു.
ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? ശൗലേ, നിന്റെ നഷ്ടം ഒരു ജനതയുടെ കരച്ചിലിന്റെ വിഷയമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ജനത കരയുക. ആ കരച്ചിലിന് കാരണത്താലാ നിനക്ക് നഷ്ടം ഉണ്ടായത്. നഷ്ടമാണോ? അല്ല, കാണാതെ പോയതാ, കൈമോശം വന്നതാ. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉള്ളിൽ മറന്നു കിടക്കുന്ന മറ്റൊരു ഭയങ്കര ദൂതുണ്ട്. എന്താ ദൂതെന്നറിയാമോ? എടാ, ഈ 3 ദിവസമായി കാണാതെ പോയ ഈ കഴുതയെ ഇതുപോലെ എത്രയോ 1000 വീടുകളിൽ കഴുതകളെ വളർത്തുന്നുണ്ട്. എന്നാ ഒരുത്തിനും ഇതിനെ പിടിച്ചോണ്ട് പോവാഞ്ഞേ? തൊടാനൊക്കത്തില്ല. ഇപ്പൊ കൈമോശം വന്നെന്ന് നിനക്ക് തോന്നുന്ന നിന്റെ നന്മകളുണ്ടല്ലോ, ഒരുത്തരും പിടിച്ചടങ്ങാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിയർപ്പ്, നിന്റെ രക്തം, നിന്റെ അധ്വാനം തൊടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തോട് പറയും. ആ കൂട്ടം കടന്നുപോയപ്പോ പലരും കണ്ണു വെച്ച് കാണും. ആത്മാവ് അവനെ എല്ലാം വിലക്കി. അല്പനാളത്തേക്ക് നിന്റെ നന്മ ചില നാളത്തേക്കൊക്കെ കൈമോശം വന്നതുപോലെ നിനക്ക് തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് മുതൽ കൃത്യമായിട്ട് നിന്റെ അവകാശം നിന്റെ കൈ തിരിച്ചു വരും. സ്തോത്രം ചെയ്യാമോ? എന്തൊക്കെ കൈമോശം വന്നെന്ന് നിനക്ക് തോന്നിയോ, നിന്റെ കുടുംബജീവിതം തിരിച്ചു വരും. സ്തോത്രം. നിന്റെ നന്മ തിരിച്ചു വരുമെന്നേ, നിന്റെ നഷ്ടങ്ങൾ തിരിച്ചു വരുമെന്നേ. കാരണം പരിശുദ്ധാത്മാവാ നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ നിന്റെ നന്മയ്ക്ക് ഉത്തരവാദി എന്റെ ദൈവം. വചനം പറയുന്നു, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. 17-ാം വാക്യം. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ ഇവനാകുന്നു, എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ. അപ്പൊ എന്താ ശമൂവേലിന്റെ മേലുള്ള പ്രത്യേകത കണ്ടോ? ഒരാൾ മുന്നിൽ വന്നപ്പോൾ ആളിനെ വിവേചിച്ചു. ഇത് നിന്നോട് ഒരുമിച്ച് വരേണ്ടതാണോ അല്ലയോ വിവേചിച്ചു. ഈ ദിവസം നീ വിവേചനാത്മാവിനെ പ്രാർത്ഥിക്കുക. എന്റെ അപ്പ, ഞാനൊരാളെ കാണുമ്പോ അവരുമായി സഹകരിക്കണോ, അവരുമായി കൂട്ടായ്മ ആദരിക്കണമോ? നീ വിവേചിക്കണം, നീ വിവേചിക്കണം. എല്ലാ പ്രസംഗത്തിനും ആമീൻ പറയാനും എല്ലാ കൂട്ടായ്മയ്ക്ക് സ്വത്രം പറയാനും നീ പോകല്ലേ. സ്തോത്രം. ഈ പ്രമാണം ദൈവാത്മാവിന്റെ ദൂത് ഏറ്റെടുത്തോ. നിന്റെ അകത്ത് ആത്മജീവൻ വേണോ? ഈ ആത്മാവിന്റെ വചനത്തിൽ ബലപ്പെടണം. അന്നയോട് സ്വത്രം ചെയ്താട്ടെ. അപ്പോൾ പറയുകയാണ്, സ്തോത്രം. പരിവാരത്തിൽ ശമൂവേലിന്റെ അടുക്കിലെത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവിൻ. നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്രയാക്കാം. നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ദർശകൻ എവിടെയാണ് ചോദിച്ചത്? ഇങ്ങോട്ടുള്ള മറുപടി, വാ മോനെ നമുക്ക് യോഗത്തിന് പോകാം. നമുക്ക് യോഗത്തിന് പോകാം. അത് ഇന്നലെ നിന്നെ കുറിച്ച് ഞാൻ കാത്തിരിക്കുക. നീ വരുന്നതിന് മുമ്പ് നിന്നെ കുറിച്ച് എനിക്ക് അരുളപ്പാടുണ്ടായിരുന്നു. പോകേണ്ട വീടിനെ കുറിച്ചുള്ള വെളിപ്പാടെടുത്തു. വിടുവിക്കപ്പെടേണ്ട വ്യക്തികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിന്റെ തലമേലുള്ള അഭിഷേകം നിന്നെ നയിച്ചു പറയും. സ്തോത്രം. ഞാൻ യൂത്ത് സെന്ററിൽ പഠിക്കുന്ന സമയത്ത്, സ്തോത്രം, ബോംബെയിൽ ഞാനൊരു യോഗം കഴിഞ്ഞ് മലാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് യോഗം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ ചെമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കസ്റ്റം സാഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു വരിക. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കാം.
എന്നിട്ട് വളരെ ദൂരത്തിൽ കണ്ണെത്തുന്ന ദൂരത്തിൽ ഒരു 4 നില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തെ വിരൽ ചൂണ്ടിയിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ വേഗം ആ മുറിയിലേക്ക് ചെല്ലുക. അവിടെ 4 ചെറുപ്പക്കാരിന് ചീട്ട് കളിക്കുക. നീ അവരോട് സുവിശേഷം പങ്കുവയ്ക്കുക. 9:30 മണിയായി. പരിചയമില്ല. പക്ഷേ ആത്മാവ് എന്നെ സ്തോത്രം അങ്ങോട്ട് നയിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പേടിയായി. കാര്യം എന്താ? പരിചയമില്ലാത്ത ഞാൻ എങ്ങനെ പോകും? ഈ ദൈവോന്നതി ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇസ്രായേൽ മക്കളുടെ രഥങ്ങളുടെ ഓട്ടം തെറ്റിച്ച് കറക്കിയെന്ന്. മനസ്സിലായോ? എനിക്ക് പേടി വന്നിട്ട് അങ്ങോട്ട് പോകാതെ വെസ്റ്റം സാഗറിലേക്ക് ഞാൻ ഓടുക. നിങ്ങൾക്ക് തോന്നും അതിശയോക്തിയാണെന്ന്, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഞാൻ ഓടുന്നെങ്കിലും മുന്നോട്ട് പോകുന്നില്ല, ഞാൻ അവിടെ നിന്ന് ചാടുക. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി വിട്ട് എനിക്ക് നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല. നിന്നെ ഇന്ന് പകൽ ഉപയോഗിക്കാൻ, വിദേശത്ത് നിന്ന് കേൾക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ദൈവത്തിനെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചാൽ വിടുവിക്കപ്പെടാൻ ദൈവം കണ്ടവന്റെ ഡേറ്റ് നാളെ ആക്കത്തില്ലെന്നാ പറഞ്ഞു. ഇന്ന് നിന്നെ വെടിവെക്കാം, നിന്റെ തലമുറയെ വെടിവെക്കാം, നിന്റെ വിഷയത്തെ വെടിവെക്കാം. എല്ലാ ദൈവം എഴുതി വെച്ചോ അത് നാളെ ആക്കാൻ ദൈവത്തിന് പറ്റത്തില്ലെന്നാ പറയാ. ഞാൻ നേരെ ഭയന്ന് അവിടെ ചെന്നു. മുറി കൊട്ടിയപ്പം കൃത്യം 4 പേര് അവിടെ ചീട്ട് കളിക്കുക. ഞാൻ ഉറച്ചു. അവർ ചോദിച്ചു എന്നാ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നടന്നു പോകുമായിരുന്നു. നിങ്ങളുടെ അരികിൽ വന്ന് ദൈവത്തിന്റെ വചനം പറയണമെന്ന് എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞു. അവരെല്ലാം ചീട്ട് വാരി മാറ്റി. 4 പേര് ഇരുന്ന് വചനം കേട്ടു. 3 പേര് സമർപ്പിച്ചു. ഒരാള് ഞാൻ കേട്ടു, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്തില്ല. ആത്മാവെന്ന് യോഗിച്ചാൽ രക്ഷയുടെ അനുഭവം കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചാൽ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. അവരുടെ ഹൃദയം തുറക്കുന്നവൻ അവരുടെ നേരത്തെ അവരുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞു. അടുത്തത് എന്താ നിങ്ങൾ വായിക്കുന്നത്? എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹം ഒക്കെയും ആരുടെ മേലും നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. നോക്കുക, ശമൂവേൽ വരെ ഞെട്ടിപ്പോയി. ഒരു ജനതയുടെ കരച്ചിലിന്റെ മറുപടി, ഒരു ജനതയുടെ കണ്ണുനീരിന്റെ മറുപടി. സ്തോത്രം. അവന്റെ നഷ്ടം അവനെ എത്തിച്ചത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു രാജാഭിഷേകത്തിലേക്ക് അവനെ നയിപ്പാൻ. കുഞ്ഞെ, നിന്റെ ഇപ്പോഴുള്ള വേദനകൾ അതിശ്രേഷ്ഠ തലത്തിൽ, ഒരു രാജകീയ തലത്തിൽ, ഒരു രാജ്യാന്തര തലത്തിൽ എന്നെ എത്തിക്കാനാണെന്ന് വിശ്വസിച്ചൊരാൾ കണ്ണുകൾ അടച്ചാട്ടെ. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയായിരുന്നു. ഇന്ന് ഈ പകൽ ഈ ദൂത് കേട്ടിട്ട് എന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഭയങ്കരമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നിൽ വ്യാപരിച്ചത് നിങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് എനിക്കറിയാം. ഇന്ന് പകൽ ഉറക്കണം. ഈ നഷ്ടങ്ങളെ ചൊല്ലി നീ പരാതി പറയുന്ന നിർത്ത്. നിന്റെ സങ്കടം പറയുന്ന നിർത്ത്. നീ മുന്നോട്ട് മൂവിയെ, നീ ദൈവത്തിന്റെ അരികിലേക്ക് മൂവിയെ, നിനക്കുള്ള അഭിഷേകത്തിലേക്ക് മൂവിയെ. നിന്റെയുള്ള രാജാഭിഷേകം നീ താമസിക്കുന്നവരെ കാത്തിരിക്കുകയാ. കഴിഞ്ഞ 3 ദിവസം പല ഗോത്രങ്ങളുടെ ഇടയിൽ കൂടി കഴുത അന്വേഷിച്ച് നടന്നെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നീ 12 ഗോത്രത്തിന്റെ ഇടയിൽ രാജാവായി നടക്കാൻ പോവാ. അത് വെറുതെയല്ല, അഭിഷേകത്തോടെ രാജ്യാന്തര തലത്തിൽ നീ നടക്കാൻ പോവുക.
പറയുകയാണ്. സ്തോത്രം. 27-ാം വാക്യത്തിൽ പറയുകയാണ്. സ്തോത്രം. ശമൂവേൽ ശൗലിനോട് കൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക. കർത്താവിന്റെ മക്കളെ, തിരക്കുകളൊക്കെ മാറ്റിയിട്ട് നിന്റെ മനസ്സിനെ അലട്ടുന്ന ടെൻഷൻ ഏറികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കർത്താവ് നിന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് നിന്നെ, നീ ഒന്ന് നിന്നുകൊടുക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് എന്ന അർത്ഥം. നിന്റെ ബ്രേക്ക് നീ അവിടെ നിന്ന് ചവിട്ടാൻ. കാരണം നിന്റെ തലം മാറാൻ, നിന്റെ ലെവല് മാറാൻ, നിന്റെ സ്ഥിതി മാറാൻ, നിന്റെ സിറ്റുവേഷൻ മാറാൻ, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ, നിന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആകാൻ, ചേഞ്ച് ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സമൂലമായ ദൈവിക പരിവർത്തനം വരുത്തി അലഞ്ഞു നടന്ന നിന്നെ അഭിഷേകമുള്ളവനാണ്. നഷ്ടങ്ങൾ സഹിച്ച നിന്നെ രാജ്യത്തിന്റെ അവകാശിയാണ്. നീ അറിയാത്ത ഒരു ജനത നിന്റെ പിന്നാലെ വരുമോ? ഈ അഭിഷേകം നിന്നെ നയിക്കാൻ പോകുകയാണ്. നീ കണ്ടിട്ടില്ലാത്ത ഒരു ജനതയെ നീ കാണാൻ പോകുകയാണ്. നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹം നിന്നെ അനുഭവിക്കാൻ പോകുകയാണ്. നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മതലത്തിലേക്ക് ദൈവാത്മാവിനെ നയിക്കാൻ പോകുകയാണ്. ഈ ദൂരത്തെടുത്ത് എത്ര വർഷം ദൈവത്തെ ആരാധിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ വചനം ധ്യാനിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം മാറണം. ഇതുപോലെ തിരുവെടുത്തിരുന്ന് ധ്യാനിച്ച് അതിൽ നിന്നുള്ള മഹത്തായ ദൂതുകൾ നിങ്ങൾ പ്രാപിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കും. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരാത്മതയുടെ കേടുകളെ ദൈവം മാറ്റും. നിങ്ങളുടെ സ്ഥിതിക്കിടയിൽ വ്യത്യാസം വരുത്താൻ പോകുകയാണ്. ഈ വചനം എത്ര പേരെ വ്യാപരിച്ചോ ഇന്ന് പകൽ അതിന്മേലൊരു വിടുതല. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമായി ആത്മാക്കളെ കൂട്ടിവരുത്തുന്ന ഒരു അഭിഷേകം. അതിനോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത് നീ അല്പം നിൽക്കുക. ദൈവത്തിന് പേഴ്സണലി സംസാരിക്കാൻ ഇഷ്ടമാണ്. ദൈവത്തിന് പേഴ്സണലി സംസാരിക്കാൻ ഇഷ്ടമാണ്. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന് നമുക്ക് ദൈവത്തോട് പറയാമോ? ശമൂവേൽ ബാലനായിരുന്നപ്പോൾ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ദൈവശബ്ദത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ മാനിക്കപ്പെടും. ശമൂവേൽ പറഞ്ഞ ആലോചന കേട്ടതുകൊണ്ട് രാജ്യാന്തര തലത്തിൽ ശൗൽ മാനിക്കപ്പെടും. തന്റെ ഡിസൊബീഡിയൻസ് പിന്നത്തേതിൽ രാജ്യത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടതായി വന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര മഹത്തായത്. 40 വർഷം അവൻ രാജാവായി തന്നെ വാഴും. സ്തോത്രം. എനിക്ക് നിങ്ങളെ ഓർപ്പിച്ചുണർത്താനുള്ള ദൂതിതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരുന്ന മുറിവുകൾ, വേദനകൾ, നഷ്ടങ്ങൾ, വ്യസനങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എന്നെ ആളുമാറിയവളാക്കി മാറ്റാനുള്ള ഒരു ദൈവിക പദ്ധതിയിലേക്ക് എത്തിക്കാനാണ്. വിഷയം ദൈവസന്നിധി കൊണ്ടുവരാൻ നിനക്ക് ഇടയായില്ലേ?
ഒന്ന് ഉപവസിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് ഹൃദയം പകരാൻ ആ വിഷയം ഒരു കാരണമായില്ലയോ? ദൈവത്തിന്റെ പദ്ധതിയാണ്. വിറ്റും നട്ടും തിന്നുകുടിച്ച് ആനന്ദിച്ചു പോയാൽ പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഒന്ന് ഒരുക്കാൻ, ഒന്ന് നിറയ്ക്കാൻ, ഒന്ന് പണിയാൻ വേണ്ടി ഇട്ട സമയം. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പറ, എന്റെ വ്യസനത്തിന്റെ നടുവിൽ ഒരു മഹത്വത്തിന്റെ വഴി ഞാൻ കാണാം. എന്റെ പ്രതിസന്ധിയുടെ ഈ വഴിയാത്ര എന്നെ എത്തിക്കാൻ പോകുന്നത് മറ്റാർക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു അഭിഷേകത്തിലേക്ക് ദൈവം എന്നെ നയിക്കാൻ. ഈ വേദനയും ദുഃഖവും ഇതുവരെ ആർക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു പദവിയിലേക്ക് എന്നെ ഉയർത്താനാണ്. ദൈവമേ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് ഈയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് ഈയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഓ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയെങ്കിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ. In Jesus' name alone. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയെങ്കിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഏറ്റെടുത്ത് ദൈവമഹത്വത്തിനായി
ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി മുന്നേറാൻ പരിശുദ്ധാത്മാദിയുമായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.